ഫസ്റ്റത്തെ മൊത്തം ഇൻട്രൊഡക്ഷനും എല്ലാം എനിക്ക് മിസ്സായി, മനസ്സിലായി. ഫസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ല, പകുതി മുതലേ പടം കാണുന്നത്. അപ്പൊ ഹീറോന്റെ കണ്ടില്ല, ഒന്നുകൂടി കാണുവാണെങ്കിൽ അഭിപ്രായം പറയാം, എല്ലാവർക്കും അറിയാലോ നന്നായിട്ട്. അത് വല്ലതും പറയും, അതൊന്നും നോക്കണ്ട. ചാറ്റിൽ ഉള്ള എല്ലാം വായിക്കാൻ പറ്റില്ല, അത് പലതും ഇതൊക്കെ ഒരു ഒപ്പീനിയൻസ്. ബ്രോ ഫിലിം കണ്ട് എല്ലാരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൽവിൻ ഷേജ് നമ്മുടെ നാട്ടില് തൃശ്ശൂർ ആയിരിക്കും ഉണ്ടാവുന്നത്. നാളെ തിയേറ്റർ ലിസ്റ്റ് ഉണ്ട് തൃശ്ശൂർ. ആണോ? ഇപ്പൊ ഇങ്ങനെല്ലാം ആയാ മുത്തു, പണ്ട് നീ ഇങ്ങനെല്ലാം ആയിരുന്നില്ലല്ലോ. നാളെ തൃശ്ശൂർ തിയേറ്റർ വിസിറ്റ് ഉണ്ട്, ഇങ്ങനെല്ലാം സംസാരിക്കുന്നത്. എടാ പണ്ട് ഇവരെന്താ, ഇവന്റെ വായന ആകെ വരുന്ന സംസാരം എന്താ, ഇഡലിക്ക് എത്രയാ, ഇതല്ലേ ഇവ സംസാരിക്കല്ലേ. ഇപ്പൊ മൂവി പ്രൊമോഷൻ ഉണ്ട്, തൃശ്ശൂർ പോകണമെന്നല്ല ആയാ മുത്ത്. ഹീറോ ഈഗോ, മതി. ഞാൻ ഭയങ്കര ഈഗോ തന്നെയാണ്. ഞാനത് തന്നെയാണ്. എടാ അവൻ റിയലാണ്, അവൻ റിയലാണ്, ആള് റിയലാണ്. അല്ല ഒന്നുമില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല പറഞ്ഞാൽ എന്റെ ലൈവിൽ വെച്ച് തെറി വിളിക്കാൻ നീ അങ്ങനെ കുഴപ്പമില്ലാന്ന് പറയുന്നത്. എടാ നമ്മളിവിടെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മളത്രയും തെറിയൊന്നും നമുക്ക് ആർക്കും അറിയാത്തതല്ല. നമ്മളിവിടെ എല്ലാ അക്ഷരവാലിയും വെച്ച് തെറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം, മനസ്സിലാവും. ഞാൻ ഇവിടെ ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ട, ഇവിടെ ടിവിയിലെല്ലാം ആൾക്കാർ വെച്ച് കണ്ടോട്ടേന്ന് ചോദിച്ചിട്ടാണ് ഞാൻ തെറി ഇതല്ലേ ഇതാക്കുന്നത്. പിന്നെ നീ ഇവിടെ വെച്ച് തെറി അത് മോശം, അതൊരു സോറി എന്തായാലും നീ പറയണം, അത് നീ ഒരു സോറി പറയണം. അല്ല അതൊരു സോറി പറയണം. അത് അങ്ങനെ കാഷ്വലായിട്ട് പറയുന്ന കളിയാ, അത് ഇങ്ങനെ വരുന്നതല്ലേ വരുന്നത്, അത് തെറിയായിട്ട് പറഞ്ഞല്ല. എടാ നമ്മള് കഷ്ടപ്പെട്ട് തെറി നമ്മളെ വായുന്നല്ല, അത്രയും തെറി ഓരോ 10 സെക്കൻഡിലും വരുന്നതാ. അത്രയും മൈൻഡിൽ ഓരോ തെറികൾ ഓരോ 10. ഇപ്പൊ തന്നെ എന്റെ വായിൽ വരുന്നത് അങ്ങനത്തെ സാധനങ്ങളാ, മനസ്സിലാവും. എന്റെ തലയിൽ വരുന്ന അങ്ങനത്തെ സാധനങ്ങളാണ്. അത് ഞാൻ പുറത്ത് വിടുന്നുണ്ടോ? ഇല്ല. അത് വ്യൂവേഴ്സിനുള്ള റെസ്പെക്റ്റ് ആവും, മനസ്സിലാവും. അവര് ടി വിയിൽ ഇതിലെല്ലാം ഫാമിലിയിലായിട്ട് ഇരുന്ന് കാണുന്നതാ, മനസ്സിലാവും. അപ്പം വോളിയം കൂട്ടി വെക്കുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചിട്ട് നമ്മളങ്ങനെ പറയാത്ത. പിന്നെ ബ്രോ അത് അതല്ല ആ ഒറ്റ കാര്യം, അത് ശരിയാ, കാഷ്വലായിട്ട് പറയാം. ഇപ്പൊ ലൈവ് അല്ലായിരുന്നെങ്കിൽ ഓഫ് ക്യാമറ ഞാൻ ഇപ്പൊ ഈ ലൈവ് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ പറയുമല്ലോ, ബിരിയാണി ഞാൻ ക്യാമറ എന്നുള്ള അല്ലല്ല ക്യാമറന്റെ POV മാത്രമേ പറയുന്നത്, അല്ലാണ്ട് നമ്മളൊന്നും നല്ലതല്ല. ഇപ്പൊ ഈ പ്രൊമോഷൻ അല്ലല്ല ഈ പ്രൊമോഷൻ കഴിഞ്ഞ് നമ്മള് പുറത്ത് പബ്ലിക്കില് നമ്മൾ ആ ഒരു പരിപാടി ഈ പ്രൊമോഷൻ കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് സിഗരറ്റ് വലിച്ചോണ്ടാ അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയി പോയി. സോറി, പബ്ലിക്കിന് മറന്നുപോയി ഒരു പോയിന്റ്. അതാണ് അറിയാതെ അയ്യോ ഉറക്കം വരുന്നു. എന്നാ പിന്നെ കുറച്ചുകൂടി തോൽപ്പിച്ചാലോ. സേ സോറി എന്നോട് പറയണ്ട, വ്യൂവേഴ്സിനോട് ഒരു സോറി പറയണം. അത് നിന്റെ വായന അറിയാണ്ട് സ്ലിപ്പ് ആയത്, ആ ഒരു സോറി പറയണം. വൺ വേർഡ് സോറി. Anyways guys, അപ്പം